അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൈറോയിൽ തന്നെയാണ്. കൈറോന്ന് ഞാനിപ്പോൾ ഒരു സ്ഥലം വരെ പോവാണ്. റൂം ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യണില്ല, പക്ഷെ ഇന്ന് ചെക്കൗട്ട് ചെയ്യും. ഒരു സ്ഥലം വരെ പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ വരവിൽ ഇല്ലാത്തൊരു സംഭവം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതായത് നമ്മളിവിടെ വന്നാൽ 7 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് ഓഫീസ് പോയിട്ട് വേറെ സീൽ ചെയ്യണം. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞിരുന്നു, പക്ഷേ ഞാൻ പിന്നെ തിരിച്ചു പോയപ്പോൾ എന്നോട് എയർപോർട്ടിൽ ചോദിച്ചൊന്നുമില്ല. പക്ഷെ ഇപ്പം പല ആൾക്കാരും വന്ന് പോകുമ്പോൾ അത് ചോദിക്കുന്നുണ്ട് അത്രേ. അപ്പോൾ അതുകൊണ്ട് ഒരു ഓഫീസിൽ പോയിട്ട് പാസ്പോർട്ടിൽ സീൽ വെക്കണം, അതിന് വേണ്ടി ഇറങ്ങുകയാണ്. ഇന്ന് നമ്മൾ രാത്രി ഹുമൈസറ ഭാഗത്തേക്ക് പോകും. അപ്പം പകൽ ഫ്രീ ആണ്. അപ്പോൾ ഇന്നത് ചെയ്താൽ ഈജിപ്തിൽ വന്നാൽ 7 ദിവസത്തിനുള്ളിൽ അത് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം താമസിച്ച ഫ്ലാറ്റ് ഇതിൻ്റെ മുകളിലാണ്, അതിൻ്റെ അടിയിലാണ് ഇന്ന് താമസിക്കുന്നത്. ഇന്നലെ താമസിച്ചത് നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ആയതുകൊണ്ടാണ് എനിക്ക് വേറെ റൂം ഇവർ തന്നത്. നമ്മളെ പുരാതനമായ ലിഫ്റ്റിൽ കയറിയിട്ട് ഇവിടുന്നൊരു ടാക്സി വിളിച്ചിട്ട് പോകേണ്ടി വരും. ഇന്നലെ രാത്രി കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പിരമിഡൊക്കെ കയറി വന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ഭയങ്കര ക്ഷീണമായല്ലോ. രാത്രി കിടന്നിട്ട് നല്ല ഉറങ്ങി, പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും തലവേദന ഫീൽ ചെയ്യായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് മരുന്ന് കുടിച്ച് കുറേ നേരം കിടന്നു. അപ്പോൾ 11:45 സമയം. ഇനി ഓഫീസ് പോകണം. ഇന്ന് രാത്രിയാണ് നമ്മളെ യാത്ര ഉള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമല്ല. നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് പ്ലാൻ ചെയ്തിരുന്നത്. അത് പോവുകയാണെങ്കിൽ എനിക്ക് ആകെ പ്രയാസമായിരുന്നു, കാരണം സുബൈക്ക് പോകേണ്ടിയിരുന്നു. സോ ഞാൻ ടാക്സി കയറി. നമ്മൾ റൂമിൻ്റെ മുന്നിൽ എത്തുന്നില്ല. ഇന്ന് അവിടെ ട്രാഫിക് ബ്ലോക്ക് ആക്കിയാണ്. ഗിസ പോലീസ് അവിടെ എന്തോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആ റോഡ് ബ്ലോക്ക് ആക്കിയാണ്. കുറച്ച് ഇപ്പുറത്തേക്ക് നടന്നു വന്നിട്ടാണ് ടാക്സി കയറിയത്. ഇസ്മുക്കി സ്വലാഹ് എന്നാണ് ഈ ഡ്രൈവറുടെ പേര്. ഇൻഷാ അല്ലാഹ്. ഇന്നലെ പോയതുപോലെ തന്നെ സയ്യിദ് ആയിഷ പള്ളിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടുന്ന് നമ്മളെ ലുക്കുമാൻ കൂടെ വരും ഓഫീസിലേക്ക്. അവിടുന്ന് നമ്മളെ പാസ്പോർട്ടിൽ സീൽ വെക്കണം. അൽഹംദുലില്ലാഹ് തലവേദന കുറച്ച് സുഖമുണ്ട് കേട്ടോ, മരുന്ന് കുടിച്ചിട്ട്. അല്ലെങ്കിൽ ഇന്നലത്തെ ആ പിരമിഡ്, അതിൻ്റെ ഉള്ളിലുള്ളൊരു വാസന, ആകെ എന്തൊക്കെയോ ഒരു ഫീല്. സംഗതി എന്തൊക്കെയാണെങ്കിലും അത് ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യേണ്ട സാധനമാണ്. ഗിസ പിരമിഡ് വിസിറ്റ് ചെയ്യുന്നതിനേക്കാളിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനമാണ്. അത്രയും അതിൻ്റെ ഒരു ഡേഞ്ചറസ്, അതിൻ്റെ ഒരു സാധനം ഫീൽ ചെയ്യും അതിൻ്റെ ഉള്ളിൽ. ആ പിരമിഡിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് ഫീൽ ചെയ്യും. ഗിസയിൽ നമ്മളിങ്ങനെ നടന്നു പോയിട്ട് കുറച്ച് കുമ്പിട്ടാണ്ട് കയറിയിട്ട് പിന്നെ വലിയ ഹാളാണ്. അതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫീല് കിട്ടില്ല. ഇതങ്ങനെയല്ല, ഇത് അടിയിലേക്ക് കുമ്പിട്ട് പോകണം. അഗൈൻ സയ്യിദ് ആയിഷയിൽ വന്നിട്ടോ. ഇവിടെ മീനൊക്കെ വിൽക്കുന്നതാ. ഈ മീൻ നോക്ക്, നീളത്തിലുള്ള മീൻ, പല ഐറ്റംസ് മീനുണ്ട്. ഇവിടെ പച്ചക്കറി അല്ലാതെ വേറെ എന്തോ വയ്ക്കുന്നുണ്ടല്ലോ. സയ്യിദ് ആയിഷൻ്റെ പള്ളീൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും തിരക്കാം. ഇവിടുത്തെ തക്കാളിയൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. കണ്ടാൽ തന്നെ പച്ചക്ക തിന്നാൻ തോന്നും. ഇതുണ്ടോ, ഈ തക്കാളി പോലൊരു ഫ്രൂട്ടും ഉണ്ട്, നല്ല ഭംഗിയുള്ള ഫ്രൂട്ടാണ്. ഇസ്മോക്കെ 10 രൂപയാണ് ഉള്ളിക്ക് വില കേട്ടോ. ഇതുണ്ടോ ഉള്ളി. ഈ ബൈക്കിലുണ്ടോ 2 ബോക്സും കൂടെ ഉണ്ട്. ഇതുണ്ടോ 2 ബോക്സ്. പാടുമെന്നറിയില്ല. ഞങ്ങളൊരു വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂബർ ബുക്ക് ചെയ്തപ്പോൾ കിട്ടുന്നില്ല. നമ്മളെ ഇവിടുത്തെ ദേശീയ വാഹനമായ അറബിയ വണ്ടിയിൽ കയറുകയാണ്. ഈ കാണുന്നത് ഇത് ഖറാഫാണത്. 1000 വർഷത്തോളം പഴക്കമുള്ള ഖബറുകളുള്ള ഖറാഫ് ഡെഡ് സിറ്റിയാണ് ഈ കാണുന്നത്. വിശാലമായി കിടക്കുന്ന, കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിശാലത മനസ്സിലാക്കണം. ഇതിങ്ങനെ ഓരോ ഏരിയയിൽ പോകുമ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ ഓരോ ഫാമിലിക്ക് ഒരു ഖബർസ്ഥാനമൊക്കെ ഉണ്ടാവും. ആ ഫാമിലിത്തെ ആളുകൾ മരണപ്പെടുമ്പം ഇവിടെ മറവ് നാടും. നമ്മളൊരു സ്ഥലം വരെ ഒന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് ഒരു ഓട്ടം വിളിച്ചിട്ട് അവിടെ എത്തണം. ആ നേരെ യൂബർ നോക്കിയതാണ്, പക്ഷേ യൂബറോ അല്ലെങ്കിൽ ദീദി ആപ്പിലോ ഒന്നും ടാക്സിക്കാർ ഈ ലൊക്കേഷനിലേക്ക് ട്രിപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. ചില സമയത്ത് അങ്ങനെ വണ്ടിയിൽ ഉണ്ടാവലുണ്ട്. നമ്മൾ അറബിയ വണ്ടിയിൽ ഇവിടെ വരെ ഈ ഒരു സിറ്റി വരെ വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടൊക്കെ പോകാനുള്ള പരിപാടിയാണ്. അത്യാവശ്യം തിരക്ക് പിടിച്ചൊരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇത് നല്ലൊരു സിറ്റിയുടെ നല്ല ഫുഡ് ഐറ്റംസിൻ്റെ കുറേ കടകളുണ്ടല്ലോ അല്ലേ. ബാസിയ അല്ലേ, ടൗണിൻ്റെ പ്രധാന ഭാഗമാണ് ഇത്. ന്യൂ ടൗണ് ഓൾഡ് കൈറോൻ്റെ ഭാഗനാണല്ലേ. അത്യാവശ്യം നല്ല ഫുഡ് ഔട്ട്ലെറ്റുകളൊക്കെ ഈ സൈഡിൽ കാണുന്നുണ്ട്. നമുക്ക് നടക്കാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ ഓട്ടോ വിളിക്കാനുള്ള പ്ലാൻ ചേഞ്ച് ആയത്. അടുത്തൊരു ബസ്സാണ് ഈ കാണുന്നത്. ഇഷ്ടംപോലെ ഫുഡ് കഴിക്കുന്ന ഏരിയ, പുറത്തിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഏരിയകളാണ്. ഒരുപാട് പൂച്ചക്കുട്ടികളും നായക്കുട്ടികളൊക്കെ റോഡ് സൈഡിലുണ്ട്. രണ്ടതൊക്കെ പട്ടിക്കുട്ടികൾ, വലുതും ചെറുതായിട്ട് പലതുണ്ട്. പൂച്ചകളുണ്ട് ഇഷ്ടംപോലെ. ഇവിടുത്തെ ആർമിൻ്റെ എന്തോ ഒരു ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. അദ്ദേഹം കണ്ട ഒരു തസ്കീമാലൊക്കെ ആയിട്ട് ഇങ്ങനെ ദിക്റും ചൊല്ലി നടക്കണം. സോ ഞാനിപ്പോൾ പാസ്പോർട്ട് ഓഫീസിലൊക്കെ പോയി വന്ന് തിരിച്ച് വന്ന് റൂമിൽ പോയി ഫ്രഷായി ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് റൂമിൽ നിന്ന് ഇറങ്ങി. ഇനി ഹുമൈസറ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ പാസ്പോർട്ടിൽ ഒരു സീൽ അടിക്കാനുണ്ടായിരുന്നു, അതേ അടിച്ചു. അത് ഈജിപ്തിൽ വരുന്നപോലെ ഇപ്പം അടിക്കൽ നിയമമാക്കിയിട്ടുണ്ട്. 7 ദിവസത്തിന് മുകളിൽ താമസിക്കുകയാണെങ്കിൽ പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് ഇവിടെ വന്നു എന്നുള്ളതിനൊരു സീൽ അടിക്കണം. അതിൽ 110 പൗണ്ട്
അവിടെ ഫീസ് കിട്ടും വേണം. അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ ഈജിപ്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ സംഗതിയാണ്. സമയം പോകണം അവിടെ ഒരു മണിക്കൂർ മാക്സിമം 1.5 മണിക്കൂർ മാക്സിമം, അതിനപ്പുറം പോയിട്ടില്ല. പക്ഷെ അവിടെ എത്താനും തിരിച്ചു വരാനൊക്കെ റിസ്ക്കാണ്. യൂബറൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്തായാലും ഞാനിപ്പം സയ്യിദ് ആയിഷ എന്ന സ്ഥലത്തേക്കുള്ള യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. യൂബർ ദീദിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഉസ്താദിൻ്റെ റൂം അവിടെയാണ്. അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ച് ഞാൻ നേരെ പോകുന്നത്, ഈ സാധനമൊക്കെ ആയിട്ട് ഞാൻ നേരെ പോകുന്നത് ഷാദുലി ഇമാമിൻ്റെ ഹുമൈസറയിലേക്കാണ് പോകുന്നത്. ഷാദുലി ത്വരീഖത്തിൻ്റെ ഷെയ്ഖായ ഷാദുലി ഇമാമിൻ്റെ ത്വരീഖത്തിൽ പെട്ട പ്രധാന ആളുകളാണ് മുർസി ഇമാം, ഇമാം ബൂസൂരി ഇമാം. ഇവരൊക്കെ ഷാദുലി ത്വരീഖത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഷാദുലി റാത്തീബ് നമ്മൾ ചെല്ലലുണ്ട്. കേരളവുമായി അഭേദ്യമായ ബന്ധമുള്ള ഇമാമാണ് ഷാദുലി ഇമാം. അപ്പോൾ അവരുടെ സിയാറത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് രാത്രി പോകുന്നത്. ഇന്ന് രാത്രി പറഞ്ഞാൽ ഇന്ന് രാത്രി ഇവിടുന്ന് ബസ് കയറിയിട്ട് നാളെയൊക്കെ എത്തുള്ളൂ. നാളെ ഒരു സ്ഥലത്തെത്തും. അവിടെ നിന്ന് കാറ് കയറിയിട്ടൊക്കെ പോകണം. കുറച്ച് റിസ്ക്കുള്ള യാത്രയാണ്. 1000 കിലോമീറ്റർ കൈറോയിൽ നിന്നുണ്ട്. അപ്പം ആ ഒരു യാത്ര തുടങ്ങുകയാണ്. ആദ്യം ലുക്മാൻ ഉസ്താദിൻ്റെ റൂമിലേക്ക്. ലഗേജ് ലാ സെക്കൻഡ് ടൈം മർത്തബസ്ഥാനി. ഇതിനെ മുന്നേ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാ ചോദ്യം. രണ്ടാമത്തെ തവണ നമ്മൾ ഈജിപ്തിൽ വരുന്നല്ലോ. നല്ല സൂര്യൻ അടിക്കുന്നുണ്ട്. ഇന്ന് നല്ല ചൂടാണ്. ടാക്സിയിൽ പോകുമ്പോഴൊക്കെ ഈ സലാഹുദ്ദീൻ കോട്ട ഇങ്ങനത്തെ പള്ളികളൊക്കെ ആളുകൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്താണല്ലോ. ടാക്സിക്കാർ ഇവിടുത്തെ പ്രധാന സ്ഥലങ്ങളൊക്കെ അങ്ങനെ കാണിച്ചു തരും. ഇതാണ് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോയതുകൊണ്ടൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്താണല്ലോ ഒരു വട്ടം വന്നോണ്ട്. കേരള താരിഫ് കേരള കൈഫ താരിഫ് യൂട്യൂബ്. ഈജിപ്തുകാർ കേരളത്തിൽ വന്നുകൊണ്ട് വ്ളോഗ് ചെയ്യലുണ്ട്. അപ്പം ഇന്ത്യയിലൊന്ന് വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ തിരുണ്ടാവും. സെയിം ഇന്ത്യ ഈജിപ്ത് സെയിം ഇന്ത്യയിലെ ട്രാഫിക്കും ഇസ്രയേലിലെ ട്രാഫിക്കും സെയിം ആണോന്നാണ്. പക്കാ സെയിമാണ്. അപ്പോൾ ഞാൻ സയ്യിദ് ആയിഷ മസ്ജിദിൻ്റെ അകത്ത് അവിടെ ഇറങ്ങിയിട്ട് ഉള്ളിലേക്കുള്ള അയച്ചെന്ന ലൊക്കേഷനിലേക്ക് പോകണം. കണ്ട അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമുണ്ട്, കട ഉണ്ട്. എവിടെയാണ് ഉസ്താദ് താമസിക്കുന്ന റൂം. നേരെ പോയി വെക്കാം. അല്ലോ ഏതോ ഒരു ഗല്ലിയാണ്. ഇപ്പോൾ സമയം 5 മണിയായി. പോവുക, ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ബസ് കിട്ടുന്നിടത്തൊക്കെ പോകും വേണം. അപ്പോൾ ഞാനിതാ ലുക്മാൻ ഉസ്താദ് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സയ്യിദ് ആയിഷയിൽ വണ്ടി ഇറങ്ങി പിന്നെ നടന്ന് പോകണം. ഒരു 200 മീറ്ററൊക്കെ നടക്കാണ്ടാവും ഉള്ളിലേക്ക്. നേരെ പോവുക, മൂപ്പര ഉസ്താദിൻ്റെ റൂമിൽ കയറുക, ഭക്ഷണം കഴിക്കുക, ബസ് കിട്ടുന്നിടത്തേക്ക് പോകണം. ബൈക്കിൽ നിന്നാണ് ഈ ഒച്ച. CWR CBR. അല്ലോ അതെല്ലാം ഉള്ളേരിയാണ്. ദൂരമല്ല, കുറച്ച് ഒരു 200 മീറ്റർ. ഇതിൻ്റെയൊക്കെ പഴക്കം കണ്ടില്ലേ, എന്തൊരു പഴക്കമുള്ള ബിൽഡിങ്ങാണ്. അല്ലോ കൈറോയിലെ സയ്യിദ് ആയിഷ മസ്ജിദിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഓക്കെ, അങ്ങനെ നമ്മൾ ലുക്മാൻ ഉസ്താദിൻ്റെ വീട്ടിലേക്ക്, ഈജിപ്തിലെ വീട്ടിലേക്ക് പോവാണ്. അവിടെ നാളെ വന്നൊന്നും ഇവിടെ തന്നെയാണ് ഉണ്ടായിന്. ഇതിന് മുന്നേ അപ്പോൾ ഇവിടെ താമസിക്കുന്ന ഈ മിസ്രികൾ തന്നെയാണ് അതോ കൂടുതൽ? അതായത് എത്ര ഉണ്ടല്ലേ പഴക്കം ചെന്നുകൊണ്ട് പൊളിഞ്ഞു പോയതാ? അതെ കോട്ടയായിരുന്നല്ലോ ഇവിടുത്തെ പ്രധാന ഭരണകേന്ദ്രം. അതെ ഇതിലും ചെറിയ പള്ളികൾ ഉണ്ടാവില്ലേ? അൽഹംദുലില്ലാഹ്. ഉസ്താദ് ഞാൻ ഇവിടെ വന്നപ്പോഴേക്ക് ചോറ്, ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നേരത്തെ തന്നെ പറഞ്ഞു ഇതൊന്നും കഴിക്കേണ്ട, ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കാന്നുള്ളത്. ഉസ്താദ് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഫുഡാണ്. കഴിച്ചിട്ടാണ് ഞാൻ അടുത്ത യാത്ര. ഭക്ഷണം കഴിച്ച് ഞാനിങ്ങനെ പുറത്തിറങ്ങി. ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് ഒരു ടാക്സി വിളിച്ച് പോകണം. അവിടുന്ന് പിന്നെ രാത്രി ഫുള്ള് ബസ്സക്കാരൊക്കെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയതാണ്. സയ്യിദ് ആയിഷ മാർക്കറ്റിലെ ഒരു സൈഡിൻ്റെ ഭാഗമാണ്. രാത്രി കാഴ്ചയാണ് ഈ കാണുന്നത്. ഞങ്ങളിപ്പോൾ ഈ റോട്ടിനാണ് തിരിച്ചു വന്നത് ലുക്മാൻ ഉസ്താദിൻ്റെ റൂമിൽ നിന്ന്. ഇനിയിപ്പോൾ അവിടെ അങ്ങനെ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് ബസ് കയറിനോടത്ത് നിൽക്കണം. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് അറേബ്യ വണ്ടി പോലെ തന്നെ ബസ്സുകളാണ് ഈ കാണുന്നത്. ഓട്ടോറിക്ഷ ബാക്കിലുണ്ട്. ഞങ്ങളപ്പോൾ ഇവിടെ ബസ്സിൻ്റെ അടുത്ത് വന്നു. നമ്മൾ കരുതിയ ബസ് ഏതെങ്കിലും പോയിക്കണേ, നീ കിട്ടുന്ന ബസ്സിന് പോവാം. കരുതിയ ടാക്സി കിട്ടാത്തതുകൊണ്ട് മെട്രോ പിടിച്ച് പിന്നെ ഒരു ഓട്ടോറിക്ഷ കയറി ഇവിടെ ബസ് നിർത്തുന്ന ഹൈവേൻ്റെ സൈഡിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ അതിന് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ബസ്സിന് ശേഷം ഒരു ബസ്സുണ്ട് മർസയാലം വരെ. മറ്റേതും മർസയാലം വരെ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു ചായ കുടിക്കുന്ന സ്ഥലത്ത്, ചായ അല്ല വെള്ളം കുടിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക. ഇതിങ്ങനെ 4, 5, 6 വരെയുള്ളൊരു പാതയുടെ സൈഡിലാണ്. അവിടെയാണ് നമ്മളെ ബസ് വരിക. നമ്മളിവിടെ ഒരു ചായക്കടയിൽ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ലുക്മാൻ ഉസ്താദ് അവിടെ ഇരിക്കുന്നുണ്ട്. സമയം ഇവിടെ രാത്രി 8:26 ആയിട്ടോ. ഈ സമയത്തും ഇവിടെ ഒരു കടയിലൊരു കുട്ടി ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവനാണ് ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ചത്.
മുത്തഫിൽ ഇവിടെ ചായ ഉണ്ടാക്കുന്നു. അവന് ജോലി എടുക്കണ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരൻ്റെ കടയാണിത്. ഇവിടെയാണ് ഞങ്ങൾ ഇതുവരെ ഇരുന്നത് ചായ കുടിച്ചൊക്കെ. ഇത്ര നേരം കുട്ടി ഞങ്ങളോട് സംസാരിക്കുന്നു, ചായ ഉണ്ടാക്കുന്നു, ഇവിടെ ചെക്കന്മാർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി ഞങ്ങളുടെ സ്റ്റോപ്പിലെത്തി ചായക്കടയിൽ നിന്ന്. ഇനിയിപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോകണം. ഇവിടെ പെട്രോൾ പമ്പിലൊക്കെ വാഷ്റൂം ഉണ്ടാറില്ല. ഒന്ന് ചെന്ന് നോക്കിയിട്ട് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് ബസ് വെയിറ്റ് ചെയ്യാം. ഇവിടെ കാർ വാഷ് ഉണ്ട്, വാഷ്റൂം ഉണ്ടാവും. ഹബീബി ഹമാം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നോ ഈ ഗാർഡനിൻ്റെ ഉള്ളിലായിരിക്കും. ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ ബാത്റൂമേ നമ്മൾ മൊറോക്കോയിലൊക്കെ കണ്ട പോലെ തന്നെ പെട്രോൾ പമ്പിൻ്റെ ഉള്ളിൽ കടയിലാണ്. ഇവിടെ അസ്സലാമു അലൈക്കും ചായക്കട ഉണ്ടാവും, ചോക്ലേറ്റിൻ്റെ കട ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലാണ് വാഷ്റൂം ഉള്ളത്. പെട്രോൾ പമ്പിൻ്റെ പുറത്തല്ലേ. അതേപോലെ തന്നെയാണ് മൊറോക്കോയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇറാഖിൽ പോയപ്പം പെട്രോൾ പമ്പിൽ കയറിയ ഒരു ഓർമ്മ കിട്ടുന്നില്ല. അവിടെ ഞങ്ങളൊരു ഷോപ്പിലാണ് നിർത്തിയിരുന്നത്. അതിൻ്റെയൊക്കെ പുറത്തുണ്ടായിരുന്നു. പെട്രോൾ പമ്പിൽ അല്ലാത്തൊരു ഷോപ്പിലാണ് നിർത്തിയിരുന്നത്. അതൊക്കെ പുറത്തുണ്ടായിരുന്നത്. ഇവിടെ ഏകദേശം പെട്രോൾ പമ്പിലൊക്കെ ഈ ചായ ഉണ്ടാവും. മൊറോക്കോയിൽ പിന്നെ ഇത്ര സമയം ഡ്രൈവ് ചെയ്താൽ നിർത്തൽ നിർബന്ധമാണ്. വണ്ടി വലിയ ബസ്സൊക്കെ 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്താൽ അരമണിക്കൂർ വണ്ടി നിർത്തൽ നിർബന്ധമാണ്. അത് പെട്രോൾ പമ്പിൽ നിർത്തുമ്പോൾ അവിടെ എല്ലാ ഭക്ഷണവും ഉണ്ടാവും. അവിടെ തന്നെ ചായ, ചോക്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഉള്ളത്. തണുപ്പ് ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഉച്ചക്കൊക്കെ നല്ല ചൂടായിരുന്നു, വൈകുന്നേരമൊക്കെ ചൂടായിരുന്നു. ഞങ്ങളവിടെ മെട്രോയിൽ ഇരിക്കുന്നത് വരെ ചൂടായിരുന്നു. മെട്രോയിൽ ഇരുന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പം ജസ്റ്റ് ഒരു തണുപ്പ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ കുറേ നേരം പുറത്തിരിക്കുകയല്ലായിരുന്നു ചായക്കടയിൽ, ഔട്ട് സൈഡ് ചായക്കട. അതുകൊണ്ട് ഇങ്ങനെ തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. കയ്യൊക്കെ ഇങ്ങനെ തണുപ്പ് വരുന്നുണ്ട്. ഇനി ഏതായാലും ബസ് കയറട്ടെ. ഈ ബസ്സാണ് നമ്മളത്. അൽഹംദുലില്ലാഹ് ബസ് കിട്ടി. തണുപ്പ് അടിക്കുന്നുണ്ട്. ഫൈനലി ബസ്സിൽ കയറിയിട്ടോ. ഇപ്പോൾ നാളെ അവിടെ എത്തണം. ഇതാണ് ബസ്. ആളുകൾ വളരെ കുറവാണ്. ഇനി വഴിക്കുന്ന കയറും അറിയില്ല. അങ്ങനെ ഷാദുൽ ഇമാമിൻ്റെ അടുത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. ബസ് യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ആളുകൾ കയറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ ആയിരിക്കും എത്തുക. 7 മണി 8 മണിയൊക്കെ ആവും മിക്കവാറും. സ്വബാഹൽ ഖൈർ. അടുത്ത ദിവസമായിട്ടോ ഞങ്ങൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇതിനിടയ്ക്ക് കയറി ഇറങ്ങി ബസ്സിൽ. അങ്ങനെയാണ്. പുറത്ത് നല്ല വെള്ളത്തിൻ്റെ കാഴ്ചയുണ്ട്. കടൽ കാണുന്നുണ്ട്. കടൽ തീരമുണ്ട് ഈ ഭാഗത്ത്. ഈ ഭാഗത്ത് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. നല്ല കാഴ്ചകൾ. പുറത്ത് ഇങ്ങനെയുള്ള തരിശായ ഭൂമികളും ഇടക്ക് മരങ്ങളും ഇടക്ക് റിസോർട്ടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അതാണ്ടോ ഇതൊക്കെ ഇവിടെ എന്താ ആക്ടിവിറ്റികളാണ്. ആ വണ്ടിയിൽ റൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റികളൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ കടലാണ് അങ്ങനെ വിശാലമായി കിടക്കുന്നത്. ഇതെന്തോ റിസോർട്ടുകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അവിടെയൊക്കെയാണ് ഈ സ്റ്റേ ചെയ്യുക വേണമെങ്കിൽ. അതിനപ്പുറത്ത് കടലും. കഴിഞ്ഞ സീസണിൽ നമ്മൾ ദഹാബിൻ്റെ ഉള്ളിലൂടെ പോയില്ലേ, അതുപോലെയുള്ള കടൽ തീരത്ത് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന പ്രീമിയം ലെവലിലുള്ള റിസോർട്ടുകളാണ് ഈ കാണുന്നത്. വാവ്. ആളൊഴിഞ്ഞ പ്രദേശത്ത് ഇങ്ങനെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മർസയാലം പോകുന്ന ഈ വഴിയിൽ വന്നിട്ട് താമസിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് ഫൈനലി ഞങ്ങളിതാ മർസയാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ. മർസയാലം എന്നുള്ളത് ഒരു ചെറിയൊരു ടൗണാണ്. വലിയ അങ്ങോട്ടുള്ളിലേക്കൊക്കെ ഉണ്ടാവും. ഞങ്ങളിപ്പം ഇവിടെ വന്ന് ബസ് ഇറങ്ങി. ബസ് ഇപ്പോൾ പോയി. ഇനിയിപ്പോൾ അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. ഒന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആവട്ടെ. നിസ്കാരമൊക്കെ ഒന്ന് കലാവ് കിട്ടണം. ബസ്സിലായിരുന്നു സുബയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഈ പള്ളിക്ക് പുറത്ത് തന്നെ അങ്ങനെ ഷെഡുകളുണ്ട്. ഇവിടെ ചെരുപ്പിട്ട് നടക്കുന്ന സ്ഥലം അതെനിക്കും വഖഫായിട്ടുണ്ടാവില്ല, ആകെ പൊട്ടിയാണ്. അതാണ് പള്ളി. ഇനിയിപ്പോൾ ഇതിൽ ബാത്റൂം എവിടെയാണ് കണ്ടെത്തിയിട്ട് ഫ്രഷ് ആവണം, നിസ്കരിക്കണം, ചായ കുടിക്കണം. ഞങ്ങളിപ്പോൾ ഏകദേശം ഇന്നലെ രാത്രി 8:45 കയറിയിട്ട് ഇപ്പോൾ സമയം എത്രയായി? 7:30 ഈ സമയത്തിനുള്ളിൽ 700 കിലോമീറ്ററാണ് കവർ ചെയ്ത് പോകുന്നത്. ഇനി ഞങ്ങൾക്ക് 250 കിലോമീറ്റർ കാറിൽ പോകേണ്ട ഇവിടുന്ന്. വാഷ്റൂമൊന്നും കാണുന്നില്ല, ഉസുഖാനില്ല. ഇവിടെ ചെറിയൊരു റൂമുണ്ട്, ഇമാമിൻ്റെ ആയിരിക്കും. ഇത് മരം കൊണ്ടാണ് ഈ നിർമ്മാണം കേട്ടോ. മരം കൊണ്ടാണ്. ഇതൊക്കെ ക്ലോസ്ഡ്. അവിടെ ഒന്നും കാണുന്നില്ല, അടച്ചിട്ടൊക്കെയാണ്. ഇപ്പം ഏതായാലും മൂവ് ചെയ്ത് നോക്കാം. അയ്യോ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ വന്നേ. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടോന്ന്. ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. അപ്പോൾ അതാ ഞങ്ങളിവിടെ ഒരു ഷോപ്പിൽ കയറി. അദ്ദേഹം ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിക്കുകയാണ്. നല്ല ഖുർആനിൻ്റെ വോയിസ് ഇട്ടിട്ടാണ് പരിപാടി. അതുകൊണ്ട് ഇതൊക്കെ മർസയാലത്തിൻ്റെ ഇവിടെ ഒരു ബാങ്കൊക്കെ ഉണ്ട് കേട്ടോ. നാഷണൽ ഈജിപ്ത് ബാങ്കൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതുണ്ടോ ഇതിനെന്താ ഫൂലിന് എന്താ പറയുക? ഫൂല്. ഇതിലേക്കൊരു കടലൻ്റെ സാധനമൊക്കെയാണ്. പയറാണ് ഈ സാധനം അതിൻ്റെ ഉള്ളിലുള്ളത്. ഫൂലിലേതുണ്ടോ പയറാണ്. പിന്നെ തക്കാളി, അതുപോലെ തന്നെ എന്താ പറയുക കക്കരിക്ക. നമുക്ക് കഴിച്ചു നോക്കാം. ബിസ്മില്ലാഹ് റഹ്മാനിർ റഹീം. കുറച്ച് കൂടുതലാണ്. രസമുണ്ട്. രസം തക്കാളിയും. 40 പറഞ്ഞാൽ എത്രയാണ് നാട്ടിലെ? 80 70 ഇത് നമ്മൾ ഇവിടെ എനിക്ക് ഇതിന് 10 റുപ്യ വാങ്ങിയവർ.
ടൂറിസ്റ്റ് ഏരിയ അല്ലേ. ഇതിന് ശരിക്കും 5 ഉള്ളൂ നാട്ടിൻപുറത്ത്. 5 പറഞ്ഞാൽ 8-9 റുപ്യ. ഇപ്പം നെസ്കഫെ വന്നിട്ടോ. ഇത് അത്യാവശ്യം വലിയ നെസ്കഫയാണ്. കണ്ടോ, വലിയ ഗ്ലാസ്സിലാണ്. ഇതിൽ ഷുഗർ ഉണ്ടാവില്ല. ഷുഗർ നമ്മൾ ആഡ് ചെയ്യണം. എത്ര വേണ്ട വെച്ചാൽ അത് ആഡ് ചെയ്താൽ മതി. 2 നെസ്കഫേൻ്റെയും കളറിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് കുറച്ച് ലൈറ്റ് നെസ്കഫയാണ്, കുറച്ച് ഹാർഡാണ്. അടി വരെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടോ. ഞാനിവിടുത്തെ മർസ്യാലം ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടുത്തെ ഓരോ കടകളാണ്. ഇവിടെ ചെറിയൊരു ടൗണാണ്. ഇപ്പം വികസിച്ച് വരികയാണ്. അവിടെയൊക്കെ ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുന്നു. തോനെ വൈകാതെ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം. ഇപ്പോൾ ഓൾറെഡി ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ബിൽഡിങ്ങുകളൊക്കെ ഒന്ന് ഉഷാറായി സെറ്റാവാൻ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇനിയിപ്പം 250 കിലോമീറ്ററാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഒരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ കാറിലാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മൾ ചായ അടിച്ച ഹോട്ടലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചുമരുമ കണ്ടോ, പഴയ ചിത്രങ്ങൾ, പഴയ ഈജിപ്ഷ്യൻ ആളുകൾ ഓർമ്മിപ്പിക്കുന്ന കടയും ചിത്രയും ഒക്കെ ഉണ്ട് ഇവിടെ വരച്ച് വെച്ചു. പിന്നെ ഖുർആൻ എല്ലാ കടയിലുള്ള പോലെ തന്നെ ഈ മർസാലം എന്നുള്ളത് സുഡാൻ്റെ ഒരു അതിർത്തി പ്രദേശം പോലെയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിട്ടും ഇവിടെ കൾച്ചറിൽ വ്യത്യാസമൊന്നുമില്ല, ഖുർആൻ കാര്യങ്ങൾ. പക്ഷേ ആളുകളുടെ രൂപമാറ്റത്തിലൊക്കെ വ്യത്യാസമുണ്ട്, നിറത്തിലും കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ ഈ മർസ്യാലം എന്നുള്ള ഈ ഒരു ടൗണ് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്തൂപുണ്ട്, ഖത്രീൻ എന്നുള്ള സ്തൂപുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പള്ളി കേട്ടോ. ഈ അൽ മന്ദറ കഫേ എന്നുള്ള കഫേ എന്നാണ് നമ്മളിപ്പം ചായയും കോഫിയൊക്കെ കുടിച്ചത്. നമുക്ക് മിക്കവാറും അങ്ങോട്ടേരം പോകാനുണ്ടാവുക. ഇവിടെ ഒരു ലോറി എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ പോകാനുള്ളത് പൂർണ്ണമായിട്ടും മരുഭൂമിയിലൂടെയാണ്. ഒന്നും ഉണ്ടാവില്ല, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല. ഷാദലി ലിസിയാറ ഇവിടെ ഉണ്ടോ? അവിടെ ഖുർആനും കൂടി വെച്ചിട്ടുണ്ട് ഓതാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ സംഗതി എന്താ വെച്ചാൽ ഒരു ബഹുമാനം കുറയും. ഇങ്ങനെ നോർമലായിട്ട് വെക്കണ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ വെക്കും. ഇവിടെ ഒരു പിരമിഡിൻ്റെ ചിഹ്നം ഇതാക്കണേ. ഞാൻ വീഡിയോ എടുക്കണ നോക്കണതാണ്. അസ്സലാമു അലൈക്കും. അല്ലോ. അപ്പോൾ ഹബീബിങ്ങളെ ഞങ്ങൾ പോവാണ്. ഈ വണ്ടിയിലാണ് പോകുന്നത് 150 കിലോമീറ്റർ. ഈ കാറിലാണ് നമ്മൾ ഇനി 150 കിലോമീറ്റർ മരുഭൂമിയിൽ പോണത്. കണ്ടോ, ഇതിന് മേലൊക്കെ സംഗതികളുണ്ട്. ഇദ്ദേഹമാണ് ഡ്രൈവർ. അസ്സലാമു അലൈക്കും. കയ്യുമ്മ ഒരു മാല കണ്ട്. ഇതാണ് ക്യാബിന്. മുന്നിലൊരു ഖുർആനുണ്ട്. എന്നാൽ പോവല്ലേ? എന്നാൽ പിന്നെ നമ്മൾ യാത്ര തുടങ്ങട്ടെ.